വടക്കേ അമേരിക്കയിലെ തണ്ണീർത്തടങ്ങളിൽ ജീവിക്കുന്ന പ്രത്യേകതരം ആമകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിശൈത്യത്തിൽ ജനിക്കുന്ന ആമക്കുഞ്ഞുങ്ങൾക്ക് 6 മാസത്തോളം പ്രകൃതി തന്നെ സുരക്ഷാ കവചം ഒരുക്കും. മനോഹരമായ നിറവും മഞ്ഞിന്റെ കവചവും ആമക്കുഞ്ഞുങ്ങളുടെ സൗന്ദര്യം കൂട്ടും. അമേരിക്കയുടെ വടക്ക്, കാനഡയുടെ തെക്കൻ പ്രദേശങ്ങളിലും മെക്സിക്കോയിലുമാണ് ഇത്തരം ആമകൾ കൂടുതലുള്ളത്. പെയിന്റഡ് ടേർട്ടിൽ എന്നറിയപ്പെടുന്ന ഇവയുടെ പുറന്തോടും തലയും കാലുകളും പല വർണ്ണങ്ങളാണ്. കടുത്ത ശൈത്യകാലത്താണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുക. ജനിച്ചയുടൻ ആമക്കുഞ്ഞുങ്ങളുടെ ശരീരം മുഴുവൻ ഐസുകട്ടകൾ വന്ന് മൂടും. ശരീരകോശങ്ങൾ തണുപ്പിനെതിരെ പ്രവർത്തിക്കും. ആറുമാസത്തോളം വളർച്ച മന്ദഗതിയിൽ. തലച്ചോറിനു മാത്രം വളർച്ചയുണ്ടാകും. മറ്റെല്ലാം ഏതാണ്ട് നിശ്ചലാവസ്ഥ. വസന്തമെത്തുന്നതോടെ മഞ്ഞുരുകാൻ തുടങ്ങും. ശരീരത്തെ പൊതിഞ്ഞ മഞ്ഞിന്റെ ആവരണം പതിയെ അപ്രത്യക്ഷമാകാൻ തുടങ്ങും. കുഞ്ഞുങ്ങൾ പുറം ലോകത്തേക്കും. വസന്തകാലത്തും ശരത്കാലത്തും ആമകൾ ഇണചേരും. പെണ്ണാമകൾ വസന്തകാലത്ത് മുട്ടയിടാൻ തുടങ്ങും. വീണ്ടും പ്രകൃതി കുഞ്ഞുങ്ങൾക്കൊരുക്കുന്ന വിസ്മയ കാഴ്ചകളുമായി ഒരു ശൈത്യകാലം കൂടി കടന്നുവരും. റിസർച്ച് ഡെസ്ക് 24. അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ആ ആമക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ മഞ്ഞിൽ പൊതിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഹാർട്ട് ബീറ്റ് പോലും 6 months അത് നല്ല മഞ്ഞായിരിക്കുമല്ലോ. അപ്പൊ അതുങ്ങളുടെ ഉള്ളിലേക്ക് ആ മഞ്ഞ് കടന്ന് ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ പ്രകൃതിയാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് ഈ 6 മാസത്തിൽ ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിന് പോലും അധികം വളർച്ച ഉണ്ടാവില്ല. ആകെ തലച്ചോറ് മാത്രമാണ് വളരുക. ഈ 6 months കഴിയുമ്പോൾ എല്ലാം നോർമലാവും. മനുഷ്യന്മാരുടെ കാര്യത്തിലാണ് തലച്ചോറാണ് വളരെയില്ല. അതെന്താണ് പ്രത്യേകിച്ച് ക്രിസ്റ്റീനയുടെ അതെ 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 ഞാനത് നിഷേധിക്കുന്നില്ല. വളരാത്ത തലച്ചോറാണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തും പറയാനൊരു സ്വാതന്ത്ര്യം കിട്ടിയതാ. മന്ദബുദ്ധിയാണല്ലോ. അല്ലാട്ടാ, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്.